ശ്രീ പ്രഭാകരൻ പലേരി, 26 നിരപരാധികളെയാണ് ഭീകരർ നിറയൊഴിച്ചു കൊന്നത്. അതും മതം ചോദിച്ചുകൊണ്ട് തന്നെയായിരുന്നു. അവിടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഉയരുന്ന ചോദ്യവും ഇതിനൊരു തിരിച്ചടി വേണ്ടേ എന്നുള്ളത്. സാധാരണക്കാരായ ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് ഒരു ഭരണകൂടത്തിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. പക്ഷേ അവരുടെ ആത്മബലം അല്ലെങ്കിൽ അവർക്ക് ഒരു ശക്തമായ ഭരണ സംവിധാനമുണ്ട്. തങ്ങളുടെ അതിർത്തി കടന്നു വരുന്ന ഏതൊരു ഭീകരാക്രമണത്തെയും അല്ലെങ്കിൽ ഭീകരരെയും ഉടൻ തന്നെ വധിക്കും, അതിന് ആസൂത്രണം ചെയ്തവർക്ക് തക്കതായ മറുപടി നൽകും എന്നുള്ളൊരു സന്ദേശം നൽകുക ഭരണകൂടത്തിൻ്റെ ഒരു കർത്തവ്യമല്ലേ? അപ്പോൾ അതനുസരിച്ചുള്ള ഒരു നീക്കം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നല്ലേ കരുതേണ്ടത്? അത് ശരിയാണ്. പക്ഷെ അവിടെ നമ്മൾ ഈ തിരിച്ചടി എന്ന് പറയുന്ന വാക്ക് അത്ര കാര്യമായിട്ട് ഞാൻ എടുക്കുന്നില്ല. കാരണം നമ്മൾ എന്താണോ നമുക്ക് സംഭവിച്ചത് അതിന് പകരം ചോദിക്കണം, അതിന് പകരം വീട്ടണം, അതിനുമേൽ സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതാണ് നമ്മൾ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇത് മനസ്സിലായതിനു ശേഷം പിറ്റത്തെ മണിക്കൂർ മുതൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു പലതും ചെയ്യാൻ. ഇവിടെ നമ്മൾ തിരിച്ചടി എന്ന് പറയുന്ന വെറും യുദ്ധം ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ എന്റെ അഭിപ്രായത്തിൽ കടലൊക്കെ ഇന്ത്യയുടെ കയ്യിലാണ്. കടലിന്റെ കംപ്ലീറ്റ് നിയന്ത്രണം എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ കയ്യിലാണ്. പാകിസ്ഥാൻ അടുക്കാൻ പോലും സാധ്യമല്ല. മാത്രമല്ല, പാകിസ്ഥാൻ എന്നുള്ള ഒറ്റ കപ്പലിനെയും ഇന്ത്യൻ കടൽ തീരത്തേക്ക് വരാൻ സമ്മതിക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? നമ്മളതിനെ ബ്ലോക്കേഡ് ചെയ്തു, നമ്മളതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പബ്ലിസിറ്റി കൊടുക്കേണ്ട ആവശ്യം ഇപ്പൊ വന്നിട്ടില്ല. ജനങ്ങൾക്ക് ഗവൺമെന്റിനെ അറിയാം, അറിയാത്തവർ അതിനെതിരായിട്ട് പ്രവർത്തിക്കും, അത് വേറെ കാര്യം. ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ജനസാന്ദ്രതയുള്ള, ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള, വളരെയധികം വൈവിധ്യങ്ങളുള്ള, വളരെയധികം കണ്ടിന്യൂം ഉള്ള ഒരു ഭൂഖണ്ഡമാണ്. അതിനേക്കാൾ അത് വളരെ വലിയൊരു സംഗതിയാണ്. അവിടെ സാധാരണ പാകിസ്ഥാൻ യുദ്ധം ചെയ്യുന്നമാര് ഇന്ത്യക്ക് അല്ല, അങ്ങനെയല്ല ഇന്ത്യ നോക്കേണ്ടത്. ഇന്ത്യ ഒരു പ്രത്യേക രാജ്യമാണ്. ഈ ലോകത്തിൽ ഇതുപോലെയുള്ള രാജ്യങ്ങൾ ഇല്ല. അപ്പൊ അവിടെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വെറും ഒരു സിനിമയിലൊക്കെ നമ്മൾ കാണുന്നമാരുള്ള തിരിച്ചടി അല്ല വേണ്ടത്. ആ തിരിച്ചടി കൊടുത്തു കഴിഞ്ഞു. അതിന്റെ ഫലം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളുടെ ജനങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവില്ല. അത് കുറെ കൂടെ കഴിഞ്ഞ് എല്ലാം ശരിയായി വരുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരുപാട് ആളുകൾ, ജനങ്ങൾ ഇന്ത്യക്കെതിരായിട്ട് തന്നെ ഉണ്ടാകുന്ന ഏത് രാജ്യത്തുമുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ രാജ്യത്ത് ജനസാന്ദ്രത കാരണം ഒരുപാട് കൂടുതൽ ആളുകൾ ഉണ്ടാകും. അതിനെയും കൂടെ എങ്ങനെ നിയന്ത്രിക്കണം എന്നാണ് ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടത്. ഗവൺമെന്റിന്റെ ജോലി, ഒരു കാര്യം ഞാൻ പറയാം, പാകിസ്ഥാൻ ഗവൺമെന്റിനും ഇന്ത്യ ഗവൺമെന്റിനെ എടുക്കുകയാണെങ്കിൽ ഈ അവസരത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ജോലിയും ഉത്തരവാദിത്വവും വളരെ 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 അധികമാണ്. അത് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഗവൺമെന്റിനുണ്ടോ, ജനങ്ങൾക്കുണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. അതുണ്ട്, വളരെ അധികമായി ഉണ്ട്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ കഴിവ് പാകിസ്ഥാനില്ല, സാമഗ്രികൾ മാത്രമല്ല ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇന്ത്യയുടെ ജനങ്ങൾ ഗവൺമെന്റിന് വേണ്ടിയുള്ള എല്ലാ സഹകരണവും ചെയ്തു കൊടുക്കുക, എല്ലാ ചിന്താഗതികളും എല്ലാം ചെയ്യേണ്ടതെല്ലാം അവർക്ക് ഗവൺമെന്റിന് വിട്ടുകൊടുക്കുക. കാരണം അതിന് പറ്റിയ ആളുകൾ നമുക്കുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടായിക്കൊള്ളണമെന്ന് ഇല്ല എന്ന് ഞാൻ പറയും. എനിക്ക് വിശ്വാസമുണ്ട്, എന്നാണ് എന്റെ വിശ്വാസമാണത്. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ചെയ്യേണ്ടതൊക്കെ ആ അവസരം മുതൽ, ആ സമയം മുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് ചെയ്യുക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു രാജ്യത്തിനും ചെയ്യാത്ത പല സംഗതികളുമാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പല രാജ്യങ്ങൾക്കും നമ്മുടെ രാജ്യം ഒരു മാതൃക ആവാൻ പോവാണ് ഇതുപോലെയുള്ള അവസരത്തിൽ എന്ന് ഞാൻ പറയും. നമുക്ക് വേണ്ട ഒരേ ഒരു സംഗതിയാണ്, ഇതുപോലെയുള്ള സംഭവം ഇനി നടക്കും, എന്നാലും നടക്കാം. കാരണം അത്രയും വലിയ ഒരു രാജ്യമാണ്. ഇവിടെ പഹൽഗാമിലേക്ക് വന്നിട്ടുള്ള ആളുകൾ മുഴുവനും വന്നത് എന്റെ അഭിപ്രായത്തിൽ അവർ ആക്സിഡന്റലായിട്ട് വന്നതല്ല. അവരെ ആരൊക്കെയോ തെളിച്ചു കൊണ്ടുവന്നതാണ്, ചതിയിൽ കൂടെ വീഴ്ത്തിയതാണ് അവിടെ കൊണ്ടുപോയത്. അത് 2 സ്ഥലങ്ങൾ വേറെ ഉണ്ടായിരുന്നു, അത് മാറ്റിവെച്ചിട്ടാണ് ഇവർ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ആരൊക്കെയോ അവരെ കൂട്ടി ഇങ്ങോട്ട് വന്നു, നല്ല സ്ഥലം കാണിച്ചതാന്നൊക്കെ പറഞ്ഞു അവിടെ എത്തിയതിനു ശേഷം ഇതുപോലെ ആക്രമിച്ചു. പല തരത്തിൽ അത്രയും സൗകര്യം അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാണ് ഞാനിത് ഊഹിക്കുന്നത്. ഇതൊക്കെ പ്രൈമാ ഫേസി നമ്മൾ എടുക്കേണ്ട തെളിവുകളാണ്. അങ്ങനെയുള്ള തെളിവുകളൊക്കെ എടുത്തതാണോ നമ്മളൊക്കെ ഒരു സോർട്ടി റിപ്പോർട്ടും അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്? യുദ്ധം ചെയ്യാൻ എങ്ങനെയാ ചെയ്യണമെന്ന് ഗവൺമെന്റിന് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ വളരെ കാര്യമായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളണം ഇല്ല, അത് മീഡിയയും ബാക്കിയുള്ളവരുമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതെ, തീർച്ചയായും.